അല്ലാ നിന്റെ കനിവിൽ നിന്നും ആശ വെച്ചു നിൽപ്പു ഞാൻ. അലിവുള്ള തമ്പുരാന്റെ റഹ്മത്തു കാത്തു ഞാൻ. നാദാ നിന്റെ ഔദാര്യത്തിൻ വാതിൽ മുട്ടി തേടി ഞാൻ. നിറമിഴിയാലെ റബ്ബേ തേടും നടിയൻ ഞാൻ. അല്ലാ നിന്റെ കനിവിൽ നിന്നും ആശ വെച്ചു നിൽപ്പു ഞാൻ. അലിവുള്ള തമ്പുരാന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. सुबह तैयबा में हुई बढ़ता है बाड़ा नूर का. सदका लेने नूर का आया है तारा नूर का. 12वीं के चांद का मजरा है सजदा नूर का. 12 बुर्जों से झुका एक एक सितारा नूर का. ताज वाले देख कर तेरा इमामा नूर का. सर झुकाते हैं इलाही बोल बाला नूर का. चांद चुक जाता जिधर उंगली उठाते महद में. क्या ही चलता था इशारों पर खिलौना नूर का. तेरी नस्ले पाक में है बच्चा बच्चा नूर का. तू है आईने नूर तेरा सब खिराना नूर का. नूर के सरकार से पाया दोशाला नूर का. हो मुबारक तुमको दुन्नूरैन चोला नूर का. ये रज़ाए अहमद नूरी का फैज़े नूर है. हो गई मेरी गज़ल बढ़ कर कसीदा नूर का. सुबह तैयबा में हुई बढ़ता है बाला नूर का. सदका लेने नूर का या है तारा नूर का. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദീനീ വിജ്ഞാന വേദിയിൽ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദർശനങ്ങളെ പറയാനും ആത്മീയമായ തലങ്ങളെ
പങ്കുവെക്കാനുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഇസ്ലാം ഒരുപാട് വെല്ലുവിളികൾക്ക് നടുവിലാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പുറം ലോകത്തു നിന്നും അകത്തുനിന്നും വിവിധങ്ങളായ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും നടുവിലാണ് മുസ്ലിം സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതി ചേർക്കാൻ പറ്റുമോ അവിടെയൊക്കെ മീഡിയകൾ ആഘോഷപൂർവ്വം അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം. എവിടെയൊക്കെ ഇസ്ലാമിന്റെ നല്ല അടയാളങ്ങളെ ലോകത്തോട് പ്രകാശിപ്പിക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം ഉത്തരവാദിത്തപ്പെട്ട മീഡിയകൾ മൗനം ദീക്ഷിക്കുന്ന കാലം. നമ്മുടെ രാജ്യത്ത് പ്രമാദമായ ഒരു വിധി വന്നപ്പോൾ മുസ്ലിംകൾക്ക് അനുകൂലമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മുസ്ലിംകൾക്ക് എതിരായി വിധി വന്നപ്പോൾ മുസ്ലിംകൾ സംയമനം പാലിച്ചു എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഒരു മീഡിയകളും രംഗത്ത് വന്നില്ല. അവിടെയാണ് ഡിസ്ക്രിമിനേഷനുകൾ വായിച്ചെടുക്കാൻ നാം നിർബന്ധിതരാകുന്നത്. ആഗോളതലത്തിലുള്ള പല അന്വേഷണങ്ങളുടെയും ചുരുളഴിയുമ്പോൾ ഇസ്ലാമും മുസ്ലിം സമുദായവും അതുദ്ഘോഷിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും തീരത്തു തന്നെയാണ് എന്ന വസ്തുതയാണ് കൂടുതലായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ നമുക്ക് പുതിയ പുതിയ പല അന്വേഷണങ്ങളുടെയും സാധ്യതകളുണ്ട്. വിശുദ്ധമായ ഇസ്ലാം അന്ത്യകാലം വരെ നിലനിൽക്കുന്ന അന്യൂനമായ രീതിശാസ്ത്രമാണ് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. വിശുദ്ധമായ ഖുർആനിന്റെ മഹദ്വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലമായ ഒരു പിതാവോ ഒരു പുത്രന്റെ പിതാവോ ഒരു പുരുഷന്റെ പിതാവോ അല്ലെങ്കിൽ സാധാരണത്വങ്ങളിൽ ചേർത്ത് വായിക്കപ്പെടേണ്ട ആളല്ല. വലാകിർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരും വഖാതമൻ നബിയ്യീൻ, അന്ത്യപ്രവാചകരുമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ മഹനീയമായ ഈ ദർശനങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിന്റെ സ്വീകാര്യതയെ അന്ത്യനാൾ വരെ പത്തരമാറ്റോടെ നിലനിൽക്കുവാനുള്ള വിശുദ്ധിയും മഹത്വവും ഉണ്ട് എന്ന് ഉദ്ഘോഷിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അന്ത്യകാലം വരെ നിലനിൽക്കേണ്ട പരിശുദ്ധമായ ഇസ്ലാം ഓരോ കാലഘട്ടത്തിലും വരുന്ന പ്രശ്നങ്ങളെ മുഴുവനും ദാർശനികമായി നോക്കിക്കാണുവാനും ഇസ്ലാമികമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുവാനും ഒരുപാട് വകുപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്.
ആ വിധമുള്ള പ്രാഥമികമായ ഒരു അന്വേഷണത്തിനാണ് അല്പസമയം ആമുഖമായി ഞാൻ വിനിയോഗിക്കുന്നത്. നമ്മൾ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന എൻഡോസൾഫാൻ ജീവനാശിനികളെ ഇവിടുത്തെ അന്വേഷകന്മാരും പഠിതാക്കളും ശാസ്ത്രകാരന്മാരുമെല്ലാം അവരുടെ വീക്ഷണകോണിലൂടെ വിലയിരുത്തുകയും അനുകൂല പ്രതികൂല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതേക്കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തിന് വല്ലതും പറയാനുണ്ടോ? ലോകമഹായുദ്ധത്തോട് അനുബന്ധിച്ച് വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിന് പറ്റുന്ന കോപ്പുകൾ ഒരുക്കിയിട്ട് നടക്കാതെ വന്നപ്പോഴാണ് ലോകമഹായുദ്ധത്തിന് വേണ്ടി ഒരുക്കി വെച്ച പടക്കോപ്പുകൾ കീടനാശിനികളായി രൂപം മാറി നമ്മുടെ കാർഷിക തലത്തിലേക്ക് കടന്നു വന്നത്. ഇതെല്ലാം കൃത്യമായി പഠനം നടത്തിയ ആളുകൾ നമ്മോട് ലേഖനങ്ങളിലൂടെ പത്രങ്ങളിലൂടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. 10,000-കണക്കിന് വർഷങ്ങളിൽ യാതൊരു കീടനാശിനിയുമില്ലാതെ വിളവുകൾ നല്ല സുമോഹരമായി വിളവെടുത്ത പ്രകൃതിയിലാണ് കീടനാശിനികൾ വേണ്ടി വന്നത് എന്ന ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യത്തെ പലപ്പോഴും നമ്മുടെ പഠനങ്ങളിൽ നാം പരിഗണിക്കാറില്ല. പ്രകൃതിയുടെ മഹനീയമായ ഘടനയിൽ അനുസ്യൂതമായി കടന്നുപോകാനുള്ള പ്രാപഞ്ചിക വിളകളെ, കാർഷിക വിഭവങ്ങളെ അത് കൃത്യമായി കൊണ്ടുപോകാനുള്ള സുന്നത്ത്, ചര്യ, ഘടന ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് വർഷങ്ങളിൽ അത് വളരെ മനോഹരമായി നടന്നുപോയിട്ടാണ് പിന്നീട് നാം കീടനാശിനികളുടെയും അതുപോലെയുള്ള ജീവനാശിനികളുടെയൊക്കെ അഡിക്റ്റായി മാറിയത് എന്ന യാഥാർത്ഥ്യം നാം പഠിക്കേണ്ടതുണ്ട്. 75% വിളവുകളിൽ ഉപയോഗിക്കുന്ന ഇത്തരം ജീവനാശിനികളെ പഠനവിധേയമാക്കിയ ഡൽഹിയിലെയും ഹൈദരാബാദിലെയും അമേരിക്കയിലെയും ഒക്കെ ലാബുകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് നമ്മുടെ വിളകൾക്ക് മാത്രമല്ല, നമ്മുടെ വിളകളോട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവികൾക്ക് മാത്രമല്ല, മനുഷ്യന് താൽക്കാലികമായി മാത്രമല്ല, അവന്റെ പരമ്പരയ്ക്ക് കൂടി കേടാണ് എന്ന് അന്വേഷണങ്ങൾ അറിയിച്ചിട്ട് പോലും വേണ്ടതുപോലെ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ലോകമഹായുദ്ധത്തിന് ശേഷം ഒരുക്കി വച്ചിരുന്ന പടക്കോപ്പുകളുടെ അംശം 75% വിളകളിലേക്ക് ഉപയോഗിക്കാനുള്ള കാരണം? ഫലങ്ങളിലൂടെയും പഴങ്ങളിലൂടെയും അതിന്റെ അംശം മനുഷ്യനെ തന്നെ രോഗിയാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ഈ വിഷയം ചൂടുപിടിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ഒരു സമ്മേളനം നടത്തി. അതിൽ ഇന്ത്യ ഒഴികെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇതിനെ ഒഴിവാക്കുവാൻ വേണ്ടി പ്രഖ്യാപനം നടത്തി. ഓസ്ട്രേലിയ ഇന്ത്യയിൽ നടന്ന പഠനങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇത്തരം എൻഡോസൾഫാനും അനുബന്ധ ഉൽപ്പന്നങ്ങളും ആവശ്യമില്ല എന്ന് മാനുഷിക ബോധത്തോടെ തീരുമാനമെടുത്തു. അമേരിക്കയുടെ ഉപരോധത്തിൽ കഴിയുന്ന പല രാജ്യങ്ങളും അവർക്കിതൊന്നും കിട്ടാത്തതിന്റെ പേരിൽ, ഇപ്പോഴും അവരുടെ വിളവുകൾക്ക് പോലും ഉപരോധം അനുഭവിക്കുന്നതിന്റെ പേരിൽ അത്തരം രാജ്യങ്ങൾ ഇപ്പോഴും സുഖകരമായി അവരുടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല, കീടനാശിനിയും വേണ്ട, വിളവിന് പ്രശ്നവും ഇല്ല. അപ്പൊ ഇത്തരം പഠനങ്ങളെല്ലാം നമുക്ക് നൽകുന്ന തിരിച്ചറിവ്
ഈ പുതിയ ഉൽപ്പന്നങ്ങളെ മുഴുവനും മനുഷ്യന്റെ നാശത്തിനു വേണ്ടി ആരുടെയോ കരുതിക്കൂട്ടിയുള്ള വിന്യാസങ്ങളാണ്. പാതിരാത്രിയിലെ മതപ്രഭാഷണത്തിൽ എന്തെങ്കിലും പറയുകയല്ല, ആധികാരികമായി ഇതേക്കുറിച്ച് പഠിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ട് പറയാനുള്ളത്. മനുഷ്യനെയും ഓരം പറ്റി ജീവിക്കുന്ന ജീവികളെയും വിളകളോട് അനുബന്ധമായി കിടക്കുന്ന വസ്തുവകകളെയുമെല്ലാം വിഷാംശത്തിലേക്കും വന്ധ്യംകരണത്തിലേക്കും വംശനാശത്തിലേക്കുമൊക്കെ ഹേതുകമാക്കുന്ന ഇത്തരം വിളകളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഷയിൽ നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? ഇസ്ലാമി പ്രകൃതിയിലെ വിഭവങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഇവിടെ നല്ല നയപരമായി മുന്നോട്ട് പോകണമെന്നാണോ, അതല്ല ഇത്തരം ഇടപാടുകൾക്ക് പ്രചോദനം നൽകണമെന്നാണോ പറയുന്നത്? ഇസ്ലാമിന്റെ ഭാഷയിൽ ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുവകകളും പ്രപഞ്ചാധിനാഥനായ അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുവകകളും പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്ലാഹുവിന്റെ സൃഷ്ടിയായ പാമ്പും പെരുച്ചാഴിയും ആനയും ഉറുമ്പും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വെച്ചിട്ടുള്ള നിയതമായ താളത്തിന്റെ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും ഒന്ന് വേണ്ടാന്ന് വെക്കാനോ അധികമായി പോയെന്ന് പറയാനോ നമുക്ക് അവകാശമില്ല. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിന്റെ നിയതമായ ക്രമത്തിന് മാറ്റം വരുത്തുവാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് മാറ്റമില്ല. അപ്പോൾ ലോകത്തുള്ള വസ്തുവകകളെയെല്ലാം അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന വകകളായി ഖുർആൻ വിലയിരുത്തുമ്പോൾ നാം അതിനെ കാണേണ്ട വിഷയം എങ്ങനെയാണെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു കഥയുണ്ട്. എന്താണെന്നല്ലേ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫൈളുൽ ഹാഫിള് എന്ന ഗ്രന്ഥത്തിൽ ഒരു കഥ നമ്മെ പരിചയപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉന്നത ലോകങ്ങളിൽ നിന്നുള്ള പല വസ്തുക്കളോടും രഹസ്യങ്ങളോടും സംഗമിക്കുവാനുള്ള അവസരമുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് 4 വകകൾ വന്നുകൊണ്ട് പരാതി പറഞ്ഞു. എന്താണ് ഒന്നാമതായി പരാതി പറഞ്ഞത്? സൂര്യനാണ്. സൂര്യൻ പറഞ്ഞു, അന അസീറു ലൈലൻ വനഹാറ, ഞാൻ രാത്രിയിലും പകലിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വായു വന്നുകൊണ്ട് പറഞ്ഞു, അന അൽ ജൗല അഹ്ദ, ഞാൻ ഇവിടുത്തെ അന്തരീക്ഷമാണ്, വായുവാണ്, എനിക്ക് എപ്പോഴും ഇവിടെ പ്രവൃത്തിയിലാണ്, ഡ്യൂട്ടിയിലാണ്. പിന്നീട് വെള്ളം പറഞ്ഞു, ലാ തഖറു ഫീ മകാനിൻ, ഞാൻ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഞാൻ താഴ്ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊരു പരാതി പറയാനുണ്ട്. അപ്പോൾ സർപ്പം വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഇബ്രാഹിം നബിയെ, എനിക്ക് ഒരാവശ്യം ഉന്നയിക്കാനുണ്ട്, എനിക്ക് ചിറക് തരണം. സൂര്യൻ പറഞ്ഞു, രാത്രിയിലും പകലും എനിക്ക് പോവാൻ വയ്യ, അതുകൊണ്ട് അള്ളാഹുവിനോട് പറയണം എനിക്ക് പകല് മാത്രം ഡ്യൂട്ടി മതിയെന്ന്. ഇത് പറയുമ്പോ ആരും ഇനി നാളെ വെറും കഥയായിട്ടൊന്നും വിചാരിക്കേണ്ടതില്ല. സൂറത്തുൻ നംലിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോകുമ്പോ ഉറുമ്പുകൾ ചർച്ച ചെയ്യുന്ന ഭാഷയെക്കുറിച്ച് പരാമർശമുണ്ട്. ഏതായാലും ശരി, അള്ളാഹുവിന്റെ പ്രവാചകരായ ഖലീലുല്ലാഹിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് സൂര്യൻ പറയുന്നത്, എനിക്ക് രാത്രി സഞ്ചാരം വേണ്ട, പകല് മാത്രം മതി. വെള്ളം പറഞ്ഞു, എനിക്ക് ഒലിക്കാനൊന്നും ആവൂല, ഞാൻ ഒരു സ്ഥലത്ത് കിടന്നോളാം. വായു പറഞ്ഞു, എനിക്കും ഇങ്ങനെ എപ്പോഴും ചുറ്റി സഞ്ചരിക്കാനൊന്നും പറ്റൂല, കുറച്ചു നേരം റെസ്റ്റ് വേണം. പാമ്പ് പറഞ്ഞു, അല്ല, എനിക്ക് 2 ചിറക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്
വവ്വാൽ എന്ന് പറയുന്ന ജീവി വന്നുകൊണ്ട് പറയുകയാണ്, ലാ തഅ്തരിൽ അലല്ലാഹ്, അള്ളാഹുവിനോട് ഒരിക്കലും ഇതിനൊന്നും ഒരു മാറ്റത്തിന് വേണ്ടി ആവശ്യം ഉന്നയിക്കാൻ പാടില്ല ഇബ്രാഹിം നബിയെ. എന്താണ് കാരണം? വെള്ളം ഒരിടത്ത് ലഭ്യമായില്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാകും. വായു അതിന്റെ നിയതമായ താളം തുടർന്നില്ലെങ്കിൽ ചില ആളുകൾക്ക് ശ്വാസം മുട്ടിപ്പോകും. പാമ്പിന് ചിറക് കൊടുത്താൽ അതെല്ലായിടത്തും പറന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി കളയും. അതുകൊണ്ട് അത്തരം ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാൻ പാടില്ല. പകലും രാത്രിയും ഉണ്ടാകണമെങ്കിൽ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ഇതെല്ലാം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞ ഈ ജന്തുവിനെ ഏതായാലും തൽക്കാലം ഒരു തർക്കമെന്ന നിലയിൽ സൂര്യൻ പറഞ്ഞു, ഞാൻ എനിക്കെതിരായി വാദിച്ച ഈ ജന്തുവിനെ ഞാൻ കരിച്ചു കളയും. വെള്ളം പറഞ്ഞു, ഞാൻ ഇതിനെ മുക്കിക്കളയും. കാറ്റ് പറഞ്ഞു, ഇതിന്റെ ചിറകുകൾ മുഴുവനും ഞാൻ പാറിച്ചു കളയും. പാമ്പ് പറഞ്ഞു, ഇതിനെ ഞാൻ വിഷം കൊണ്ട് കൊന്നുകളയും. ഇതെല്ലാം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിയ ഈ ജന്തുവിന് അല്ലാഹു തആല നൽകിയ മഹത്വം എന്താണ് എന്നാണ് ഈ കഥയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ വവ്വാലിന് പറക്കലില്ല, അത് റെസ്റ്റാണ്. അസ്തമാനത്തിന്റെ സമയത്തെ അത് പറക്കാറുള്ളൂ, രാത്രി മാത്രമേ പറക്കൂ. പിന്നീട് ഇതിന്റെ ചിറകുകൾ മുഴുവനും അടിച്ചു പൊളിച്ചു കളയുന്നല്ലേ കാറ്റ് പറഞ്ഞത്. എന്നാൽ വവ്വാലിന്റെ ചിറകുകൾ മാംസവും രക്തവുമാണ്. അത് കാറ്റ് തട്ടും തോറും ബലം കൂടുന്നതാണ്, മറ്റ് തൂവലിനെ പോലെ പാറിപ്പോകുന്നതല്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ വെള്ളത്തിനെ മുക്കിക്കളയുമെന്ന് പറഞ്ഞല്ലോ, വെള്ളം ഇതിന് ആവശ്യമില്ല. അതിന് 2 അകിടുകളാണ്. ഒരകിട്ടിൽ ഭക്ഷണമുണ്ട്, മറ്റേതിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി കുടിക്കേണ്ട ആവശ്യം ഇതിനില്ല. എന്നാൽ പാമ്പിനോട് എങ്ങനെയാണ് പ്രതികാരം? ഇതിന്റെ മൂത്രം വീണാൽ അവിടെ പാമ്പുണ്ടെങ്കിൽ അത് വിഷമാണ്. അതുകൊണ്ട് ഈ വവ്വാലുള്ള സ്ഥലങ്ങളിൽ പാമ്പുകൾക്ക് പ്രവേശമില്ല. ഇതൊരു കഥയിലൂടെ ഒരുപാട് ആശയങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ ആരെങ്കിലും ഈ കഥ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊന്നും ചോദിച്ചു വരേണ്ടതില്ല. ഇത് നൽകുന്ന പാഠം ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉദ്ധരിക്കുന്നത്, ഈ ലോകത്തുള്ള വസ്തുവകകളെല്ലാം നിയതമായ ഒരു താളത്തിലൂടെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം അള്ളാഹുവിനെ വാഴ്ത്തുന്നതിലും ഈ പ്രപഞ്ചത്തിനെ നിലനിൽക്കുന്നതിലും കൃത്യമായ റോളുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിളകളോട് ചേർന്ന് ജീവനാശിനികളായ വസ്തുവകകൾ ഉപയോഗിക്കുന്നതിനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രകൃതിക്കെതിരെയുള്ള കയ്യേറ്റമായി കാണുകയാണ്. മാത്രമല്ല, രണ്ടാമതായി പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവായിഖഹു. നിങ്ങളിൽ ഒരാളും വിശ്വാസികളാവുകയില്ല, ഹത്താ യഅ്മന ജാറുഹു ബവായിഖഹു, അവന്റെ അയൽവാസികൾ ഇവന്റെ ചെയ്തികളിൽ നിന്ന് സുരക്ഷിതനായിരിക്കുന്നത് വരെ. എന്റെ വാക്കുകൊണ്ട് എന്റെ അയൽവാസിക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എന്റെ നോട്ടം കൊണ്ട് എന്റെ അയൽവാസിക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എന്റെ നടപടികൾ കൊണ്ട് എന്റെ അയൽവാസിക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാകുമ്പോഴേ ഞാൻ പൂർണ്ണമായ ഇസ്ലാമിന്റെ ആളാവുകയുള്ളൂ എന്ന് പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ആ ഒരു നിയമത്തെയാണ് നമ്മുടെ വിളകളിൽ തളിക്കുന്ന നാശിനികൾ ആ വസ്തുവകകൾക്ക് അതുപോലെ തന്നെ മറ്റു ജന്തുജാലങ്ങൾക്ക് പാരമ്പര്യത്തെ പോലും നശിപ്പിച്ചു പോകുമെന്ന് വിദഗ്ധരായ ആളുകൾ പഠിപ്പിക്കുമ്പോ അത് കൈകാര്യം ചെയ്യാൻ വിശ്വാസത്തിന്റെ പ്ലാറ്റ്ഫോമിൽ അംഗീകാരമുള്ള ഒരാൾക്ക് സാധ്യമല്ല. രണ്ടാമതായി നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഏകദേശം 12ഓളം വിഷയങ്ങൾ ഞാൻ ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമകാലികമായി പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനെയെല്ലാം ഇസ്ലാമികമായി നോക്കിക്കാണാനുള്ള കാഴ്ചപ്പാടുകളുണ്ട്. രണ്ടാമതായി ഉദ്യോഗസ്ഥ നിയമന സംബന്ധമായും അതുപോലെയുള്ള കാര്യങ്ങളിലും പരിശുദ്ധമായ ഇസ്ലാം എന്താണ് പറയുന്നത്? കാര്യങ്ങൾ രാജ്യത്തിനും സമൂഹത്തിനും സമാധാനപരമായി കൊണ്ടുപോകുമ്പോ ഭരണാധികാരികൾ എന്താണ് ചെയ്യേണ്ടതെന്നും
അവരുടെ പ്രവിശ്യകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എത്രമാത്രം നീതിനിഷ്ഠയുള്ളവരാകണമെന്നും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നതിലേക്കാണ് മഹാന്മാരുടെ ജീവിതങ്ങൾ മുഴുവനും നമുക്ക് മാതൃക നൽകുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിന്റെ രണ്ടാമത്തെ നേതാവാണ്. ആ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈർ ഇബ്നു സഅദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഹിംസ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഗവർണറായി നിശ്ചയിച്ചു. ഫമകസ ഹൗലൻ ലാ യതീഹി ഖബറുഹു, കുറെ കാലമായിട്ടും ഉമൈർ ഇബ്നു സഅദ് അൽ അൻസാരിയുടെ ഒരു വാർത്തയും ഇല്ല. ഫഖാല ഉമർ ലികാതിബിഹി, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ റൈറ്ററോട് പറഞ്ഞു, ഉക്തുബി ലാ ഉമൈർ, ഉമൈറിന് വേണ്ടി ഒരു കത്തെഴുതുക. അദ്ദേഹം ഒരുപക്ഷെ നമ്മളെ ചീറ്റ് ചെയ്തിട്ട് അവിടെ സ്വതന്ത്രമായ ഭരണം നടത്തുകയോ എന്തെങ്കിലും അശ്രദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകാം. ഇദാ ജാഅക കിതാബി ഹാദാ, ഉമൈറിനോട് കത്തെഴുതണം. എന്റെ ഈ ലെറ്റർ അവിടെ എത്തിയാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരണം. നിങ്ങളുടെ കൂടെ കൊണ്ടുവരേണ്ടത് മിൻ ഫൈഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ നിന്നുള്ള അവരുടെ വിഹിതവുമായി എത്രയും പെട്ടെന്ന് ഖലീഫയുടെ അടുക്കൽ ഹാജരാകണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന് കത്തയച്ചപ്പോൾ ഫഅഖദ ഉമൈർ ജിറാബഹു فجعل فيه زاده وقسعته وعلق إداوته وأخذ عنزته ثم أقبل يمشي من حمص حتى دخل المدينة. ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണർ ഹിംസ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് നേരെ വരികയാണ് മദീനയിലേക്ക്. തന്റെ കയ്യിൽ എടുക്കാനൊന്നുമില്ല, ഉടുക്കാനുള്ള ഏക ജോഡി വസ്ത്രമാണ് അത് ധരിക്കുകയാണ്. വല്ലതും കഴിക്കാനുള്ള ചെറിയൊരു തോൽപാത്രമുണ്ട്, അതാണ് കയ്യിലുള്ളത്. വെള്ളം കുടിക്കാനുള്ള ചെറിയ ഒരു പാത്രം വേറെയും ഉണ്ട്. ഊന്നി നടക്കാൻ ഒരു വടിയുണ്ട്. ഇതെല്ലാമായി നേരെ നടക്കുകയാണ് ഇലാ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക്. കാരണം മദീന എന്ന് പറയുന്നത് ലോക ചക്രവർത്തിമാരുടെ കേന്ദ്രങ്ങളെക്കാളും പ്രഭാവിതമായ സ്ഥലമാണ്. അവിടെ ഒരു പാർലമെന്റ് മന്ദിരം കാണാനില്ല. അവിടെ ഖലീഫമാരുടെ കേന്ദ്രമായിരുന്നു. പക്ഷേ അവിടെ ഒരു റെഡ് ഫോർട്ട് കാണാനില്ല, അവിടെ ഒരു രാജസിംഹാസനം കാണാനില്ല, അവിടെ മറ്റേതെങ്കിലും രാജകീയ പ്രൗഢികളില്ല. 4 ഖലീഫമാരുടെ കേന്ദ്രമായിരുന്നില്ലേ? കൊട്ടാരമില്ലാതെ ഭരണം നടത്തിയ ഭരണാധികാരികളാണ് ഖുലഫാഉൽ അർബഅ. ഡൽഹിയിലേക്ക് പോയി നോക്കൂ, മുഗളന്മാരുടെ കൊട്ടാരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലേക്കും ചെന്നാൽ, നമ്മുടെ ഈ സംസ്ഥാനത്തിൽ തന്നെ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും സാമൂതിരിമാരുടെയും ഒക്കെ കൊട്ടാരങ്ങളുടെ കഥകളെ കുറിച്ച് പറയാനും, ചില സ്ഥലങ്ങളിൽ കൊട്ടാരങ്ങളോ അവശിഷ്ടങ്ങളോ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ 4 ഖലീഫമാര് ലോകത്തെ മുഴുവനും മാതൃകായോഗ്യമായി ഭരണം നടത്തിയിട്ട് മദീനയിൽ ഒരു പാലസ് കാണാനില്ല, അവിടെ ഒരു പാർലമെന്റ് മന്ദിരമില്ല, അവിടെ ഒരു സെക്രട്ടേറിയറ്റ് കാണാനില്ല. എന്തേ കാണാത്തത്? അന്ന് കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്ന പണിയില്ലാത്തത് കൊണ്ടാണോ? അല്ല. കിസ്റ രാജാവിന്റെ കൊട്ടാരത്തെ കുറിച്ച് അതിനു മുമ്പേ പരാമർശം കിതാബിൽ കാണാവുന്നതാണ്. സൗദി അറേബ്യയുടെ മറ്റു പല ഭാഗങ്ങളിലും മുൻകാല സമുദായങ്ങളുടെ ജീവാവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നുണ്ട്.
അപ്പോൾ പാലസ് പണിയുന്ന സമ്പ്രദായമില്ലാഞ്ഞിട്ടല്ല, കൊട്ടാര നടപടികളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മാതൃകായോഗ്യമായ ഖിലാഫത്തിന്റെ നേതാക്കന്മാർ അവരുടെ ജീവിതം മാതൃകായോഗ്യമായി ക്രമീകരിച്ചപ്പോൾ അവർക്ക് പാലസ് ആവശ്യമായിരുന്നില്ല. കാരണം എന്താ? സുബ്ഹ് തൈബ മേ ഹുയി ബഡ്താ ഹെ ബാളാ നൂർ കാ സദഖ ലേനെ നൂർ കാ ആയാ ഹെ താരാ നൂർ കാ. പ്രകാശത്തിന്റെ പ്രഭാകണങ്ങളാൽ അലങ്കൃതമായ മദീനയുടെ മലർവനിയിൽ നിന്ന് മാലോകരുടെ മനോമുകുരത്തിലേക്ക് മധൂറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രതിസന്ധികളില്ല, കാലുഷ്യങ്ങളില്ല, കലാപങ്ങളില്ല, കനൽക്കടകളില്ല, വിധ്വംസക ശബ്ദങ്ങളില്ല, വിഘടനവാദങ്ങളില്ല, സൗകര്യമാർന്ന സൗഹാർദ്ദത്തിന്റെ മഹനീയ ഭാവങ്ങളല്ലാതെ മദീനയുടെ അന്തരീക്ഷത്തിലില്ല. കാരണം കളങ്കമില്ലാത്തതാണ് പ്രകാശം. നല്ല മണ്ണുണ്ട്, ചളിമണ്ണുണ്ട്, നല്ല വെള്ളമുണ്ട്, കേടുവെള്ളമുണ്ട്. എന്നാൽ നല്ല വെളിച്ചമുണ്ട്, അല്ലാത്ത വെളിച്ചമുണ്ട് എന്ന് പറയാനില്ല. കാരണം ഒഴുക്കി സാഗർ നോഴുക്കി ജൽവാ നോഴുക്കി ജൽ കാ ജാം മദീനെ മദീന തുജേ സലാം. മദീനയുടെ മലർവനി പ്രകാശത്തിന്റെ ഗിരിയാണ്. ബാരവി കെ ചാന്ദ് കാ മജ്റാഹെ സജ്ദാ നൂർ കാ ബാര ബുർജോ സേ ജുകാ एक സിതാരാ നൂർ കാ. അവിടുന്ന് 14-ാം നിലാവിന്റെ മഹനീയമായ പ്രകാശത്തെക്കാൾ താരല്യവും വെളിച്ചവുമുള്ള ലോകത്തിന്റെ നേതാവിന്റെ തലസ്ഥാന നഗരിയായ മദീനയാണ്. ആ മദീനയിൽ അധികാരത്തിന്റെ പീഠത്തിൽ മാതൃകായോഗ്യമായി കാത്തിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് സ്റ്റേറ്റിലെ ഗവർണറായി അയച്ച ഉമൈർ ഇബ്നു സഅദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ ഹിംസിൽ നിന്ന് നടക്കുന്നു ഇലൽ മദീന. മദീനയിലേക്ക് കടന്നു വന്ന ഗവർണറോ നേരെ മുന്നിട്ട് ബഹുമാനപ്പെട്ട ഖലീഫയുടെ മുമ്പിലേക്ക് വന്നു. വഖദ് ശഹബ ലൗനുഹു വഖബറ വജ്ഹുഹു. അവിടുന്ന് നിറമൊക്കെ മങ്ങിയിട്ടുണ്ട്, മുഖമൊക്കെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ത്വാലത്ത് സഫറത്തുഹു, യാത്ര നീണ്ടുപോയിട്ടുണ്ട്. ഫദഖല അലാ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് കടന്നു വന്നു. അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾക്ക് സലാം. ഫഖാല ഉമർ മാ ശഅനുക, എന്തൊക്കെയുണ്ട് വിശേഷം? ഫഖാല ഉമൈർ, ഉമൈർ തങ്ങൾ പറയുകയാണ്, എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, റാഹത്താണ്, സന്തോഷമാണ്. എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യമാണ്, വമാ മഅക, എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത്? എന്തൊക്കെ കൊണ്ടാണ് അല്ലയോ ഉമൈറെ നിങ്ങൾ വന്നത്? മഈ ജിറാബി അജ്അലു ഫീഹി സാദി വഖിസ്അതി അകുലു ഫീഹാ വഅഗ്സിലു ഫീഹാ റഅസി വസിയാബി വഇദാവതി ഫീഹാ വളുഇ വശറാബി. എൻ്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്, അതിൽ ഞാൻ ഭക്ഷണം കഴിക്കും. ഇടയ്ക്കൊന്ന് തല നനയ്ക്കണമെന്ന് തോന്നിയാ വെള്ളം കോരിയിട്ട് നനയ്ക്കും. വെള്ളം കുടിക്കാൻ ഒരു പാത്രം വേറെയുമുണ്ട്. എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, വഴിയിൽ കുത്തിയിട്ട് നടക്കാനാണ്, അല്ലാതെ എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഫഖാല ഉമറു, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫജിഅത തംശീ, അപ്പം നടന്നാണോ ഉമൈറെ വന്നത്? നഅം, നടന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ്.
അപ്പ ചോദിക്കുകയാണ്, ആരും നിങ്ങൾക്കൊരു വാഹനം തന്നില്ലയോ? അമാ കാന ലക മിൻ അഹദിൻ മിനൽ മുസ്ലിമീന യതബറഉ ലക ബിദാബത്തിൻ തർകബുഹാ. അവിടുന്ന് ആരും ഒരാൾ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നില്ലേ? മാ ഫഅലൂഹു, ആരും എനിക്ക് തന്നില്ല ഉമർ തങ്ങളെ, ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല. ഫഖാല ഉമറു, അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ബിഅ്സൽ മുസ്ലിമൂൻ ഖറജ്ത മിൻ ഇൻദിഹിം, എന്തൊരു നാട്ടുകാരാണ്, നിങ്ങൾക്കൊരു വാഹനം പോലും തരാതെ വിട്ട മോശക്കാരായി പോയല്ലോ. അപ്പോഴാണ് ഗവർണറായി ജോലി ചെയ്തിരുന്ന ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത്തഖില്ലാഹ യാ ഉമർ, ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, അല്ലാഹുവിനെ ഓർക്കണേ. ഖദ് നഹാക അല്ലാഹു അനിൽ ഗീബാ, പരദൂഷണം പറയാൻ പാടില്ലെന്നല്ലേ അല്ലാഹു പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ആ ഹിംസുകാരായ മുസ്ലിമീങ്ങളെ മോശത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചെയ്തി ശരിയായിട്ടില്ല ഉമറേ. ഈ വർത്തമാനമെല്ലാം ഉദ്യോഗസ്ഥനായ ഉമൈർ ഇബ്നു സഅദ് അൻസ്വാരിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ പറയുകയാണ്, ജദ്ദിദൂ അഹദാ, ഇനിയും നിങ്ങളെ അവിടത്തേക്ക് തന്നെ ഗവർണറായി അയക്കാൻ പോവുകയാണ്. ഒരു ക്രമക്കേടും നടത്തിയിട്ടില്ല. PSC പാസ്സാകാത്തവന് ജോലി കൊടുത്തിട്ടില്ല. SSLC പാസ്സാകാത്തവന് പകരം പരീക്ഷ എഴുതാൻ ആള് വന്നിട്ടില്ല. ഔദ്യോഗികമായി ലിസ്റ്റിലുള്ളവനെ തള്ളിയിട്ട് ലിസ്റ്റിലില്ലാത്തവനെ കയറ്റിയിട്ടില്ല. കളക്ടറുടെ ഡ്യൂട്ടിയിൽ മിസ്റ്റേക്ക് വന്നിട്ടില്ല. വിതരണത്തിൽ അബദ്ധം വന്നിട്ടില്ല ഉമൈറേ. ഇനി ഈ ആള് കൈമടക്ക് വാങ്ങുന്ന ആളാണോ, കൈക്കൂലി വാങ്ങുന്ന ആളാണോ, പൈസ മോഹിക്കുന്ന ഗവർണറാണോ എന്നുകൂടി പരിശോധിക്കാൻ ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ നിരീക്ഷിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തീരുമാനിക്കുകയാണ്. ആളങ്ങ് മടങ്ങിപ്പോയപ്പം മെല്ലെ ഒരാളെ പറഞ്ഞു വിട്ടു. എന്തിനാണ് പറഞ്ഞു വിട്ടതെന്നറിയുമോ? ഹാരിസ് എന്ന് പറയുന്നയാളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഫഇൻ റഅയ്ത അസറ ശൈഇൻ ഫഅഖ്ബിൽ വഇൻ റഅയ്ത ഹാലൻ ശദീദൻ ഫദ്ഫഅ ഇലൈഹി ഹാദിഹിൽ 100 ദീനാർ. അല്ലയോ ഹാരിസേ, ഉമൈർ ഇബ്നു സഅദിനെ നിങ്ങളൊന്ന് പോയി നോക്കണം. ആളങ്ങനെ നടന്നും മെനക്കെട്ടുമൊക്കെ ഇവിടെ വന്നിട്ട് ഇനി നമ്മൾ അറിയാത്ത വിധത്തിൽ അവിടെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ഇവിടെ പാവത്തെ പോലെ വന്നതാണോ എന്നൊന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഹാരിസ് ഒന്ന് പോകണേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനായി ഹാരിസ് എന്ന് പറയുന്ന ദൂതനെ വിട്ടു. നേരെ അവിടെ ചെന്ന് പരിശോധിച്ചു നോക്കി. അവിടെ സമ്പത്തിന്റെ വല്ലടയാളവും കണ്ടായിങ്ങി പോരണം. അല്ല, പാവമായി ജീവിക്കുകയാണെങ്കിൽ ഈ 100 ദീനാർ അങ്ങ് കൊടുക്കണേ. നേരെ ഹാരിസ് എന്ന് പറയുന്ന പ്രതിനിധി പോവുകയാണ്. എന്നിട്ടതാ അടുക്കലേക്ക് ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫഖാല ഉമൈർ, ഉമൈർ എന്നവർ ചോദിക്കുകയാണ്, മിൻ ഐന ജിഅത, എവിടെന്നാണ് വരുന്നത്? മിനൽ മദീന, മദീനയിൽ നിന്നാണ് വരുന്നത്. കൈഫ തറക്ത അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് എങ്ങനെയുണ്ട്? സ്വാലിഹൻ, കുഴപ്പമൊന്നുമില്ല. കൈഫ തറക്തൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയുണ്ട്? സ്വാലിഹീൻ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഉടനെ ഉമൈർ ഇബ്നു സഈദ് തങ്ങൾ ചോദിക്കുകയാണ്, അലൈസ യുഖീമുൽ ഹുദൂദ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ശിക്ഷാ നടപടി നടപ്പിലാക്കുന്നുണ്ടോ? തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കാറുണ്ടോ? അതല്ല ആരെങ്കിലും വിട്ടുകളയാറുണ്ടോ? ആധുനിക കാലഘട്ടത്തിലെ ഭരണാധികാരികൾ
അവരവരുടെ സ്വന്തം പ്രോപ്പർട്ടിയായി കൊട്ടാരങ്ങൾ വാങ്ങിയിട്ട് പാർലമെന്റിൽ പല പ്രശ്നമുണ്ടായി. അവസാനം അത്രയങ്ങ് എഴുതി കൊടുത്തേക്കാമെന്ന് പറയുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ വായിച്ചതാണ്. അങ്ങനെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും പൊതുസ്വത്ത് എഴുതി വെക്കുന്ന ആധുനിക ഭരണാധികാരികളെ, ഇസ്ലാമിന്റെ പാർലമെന്റിൽ നിന്നുള്ള മാതൃക കണ്ടോ? ഗവർണർ ചോദിക്കുന്നു, പ്രൈം മിനിസ്റ്ററെ കുറിച്ച് നീതിമാനാണോ? അലൈസ യുഖീമുൽ ഹുദൂദ്, അവിടെ ജുഡീഷ്യറി കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ പറയുകയാണ്, ബലാ, അവിടുത്തെ ജുഡീഷ്യറിക്ക് യാതൊരു കുഴപ്പമില്ല. ളറബ ഇബ്നൻ ലഹു അലാ ഫാഹിഷത്തിൻ ഫമാത മിൻ ദർബിഹി, സ്വന്തം മകന്റെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നപ്പോൾ ആ മകനെയും നേരെ അടി നടപ്പിലാക്കിയിട്ട് ആ അടിയിൽ മകൻ മരിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പുത്രന്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നപ്പോൾ നീതിമാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കോടതിയിൽ നീതിയല്ലാതെ വിളയുകയില്ല. അതുകൊണ്ട് എൻ്റെ മകനാണെങ്കിലും പ്രതിക്കൂട്ടിലെങ്കിൽ ശിക്ഷ തന്നെ. ഫഖാമൽ ഹുദൂദ് ഫമാത മിൻ ദർബിഹി, ഫമാത മിൻ ദർബിഹി എന്ന് പറഞ്ഞിട്ട് മകൻ പോലും അവിടുന്ന് ശിക്ഷാ നടപടിയിൽ മരിച്ചുപോയി. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കുലുങ്ങിയിട്ടില്ല. ആധുനിക ലോകത്തെ നീതിപീഠങ്ങളെ മാതൃകയുടെ മണിമകുടമാണ് മദീനയുടെ മലർവനിയിൽ നിന്ന് മാലോകരുടെ മനതലത്തിലേക്ക് മദീന അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തെറ്റായ വിചാരങ്ങളോട് പാർലമെന്റേറിയൻ ജുഡീഷ്യറി സിസ്റ്റങ്ങളെ വിലയില്ലാത്ത വിധത്തിലേക്ക് അവഗണിക്കപ്പെടുന്ന ആനുകാലിക യുഗത്തോട് മാതൃകയുടെ മഹനീയമായ തലങ്ങളെയാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതം കാണിച്ചു തരുന്നത്. അത് തന്നെയാണ് മഹാന്മാര് പറയുന്നത് കാണാം. നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നറിയുമോ? മാതൃകായോഗ്യമായ നിയമം നമ്മൾ നടപ്പിലാക്കിയാൽ महबूब की महफिल को महबूब सजाता है, आते हैं वही जिनको सरकार बुलाते हैं। ओ लोग खुदा शाहिद किस्मत है सिकंदर है, जो सरवर आलम का मीलाद मनाता है। മാലോകർക്ക് മുഴുവനും വെളിച്ചത്തിന്റെ മഹനീയ പ്രഭാവങ്ങളെയല്ലാതെ വിഹിതം വെച്ചു നൽകിയിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ മദീനയുടെ മനോഹരമായ അധ്യായങ്ങളാണ്. അവിടെ അനീതിക്ക് സ്ഥാനമില്ല, അക്രമത്തിനിടമില്ല, അനാശാസ്യതകൾക്ക് വഴിയില്ല, അരുതായ്മകൾക്ക് അവകാശമില്ല, നീതിക്ക് സംരക്ഷണമാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് ഉമൈർ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ അഇൻ ഉമറ, പടച്ചവനെ ഉമർ എന്നവരെ സഹായിക്കണേ. നിരീക്ഷണത്തിന് വേണ്ടി വിട്ട ഖലീഫയുടെ പ്രതിനിധിയായ ഹാരിസ് എന്നവർ അവിടെ നിന്നു ഉമൈർ തങ്ങളുടെ അടുക്കൽ 3 ദിവസം നിൽക്കുകയാണ്. എന്തെങ്കിലും വലിയ സമ്പത്തിന്റെ പ്രോപ്പർട്ടിയുടെ ഉടമയാണോ എന്നറിയാൻ നോക്കുമ്പോ ഒരു ചീന്ത് കാരക്കേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, വളരെ വിശന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. 3 ദിവസം വരെ അതിഥിക്ക് അവകാശമുണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ എന്തിനാ വന്നേന്ന് ചോദിക്കേണ്ടതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമൈർ തങ്ങൾ പറയുകയാണ്, ഹാരിസേ, നിങ്ങളിവിടെ 3 ദിവസം നിന്നപ്പോ, നിങ്ങൾക്ക് കൂടി ഭക്ഷണം തന്നപ്പോ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കേണ്ടി വന്നു. ഫൈൻ റഅയ്ത അൻ തതഹവല അന്നാ ഫഫഅൽ,
അതിഥിക്ക് അവകാശമുള്ളത് ആതിഥേയന്റെ അടുക്കൽ 3 ദിവസമാണ്. ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ഹാരിസ് എന്നവർക്ക് കൊടുത്തതാണ്. ഇനിയും തരാൻ ഇവിടെ ഭക്ഷണമില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ സൗകര്യമുണ്ടെങ്കിൽ പൊയ്ക്കോ ഹാരിസേ. ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ഉമൈർ തങ്ങളെന്ന ഗവർണറെ നിരീക്ഷിക്കാൻ വിട്ട ഹാരിസ് എന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പ ദീനാറൊക്കെ പുറത്തെടുത്തു, എന്നിട്ട് കൊടുത്തു. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ബഅസ ബിഹാ അമീറുൽ മുഅ്മിനീന ഇലൈക ഫസ്തഇൻ ബിഹാ. ഇത് അമീറുൽ മുഅ്മിനീൻ തന്നുവിട്ട ചില്ലറയാണ്, കയ്യിൽ വെച്ചോ. ഫസ്വാഹ ഉമൈർ ബിൻ സഅദ് എന്ന ഉദ്യോഗസ്ഥനാകുന്ന ഗവർണർ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്തെ ഭരണാധികാരിയാണ്. മഹാനവറുകൾ ഒരൊറ്റ അട്ടഹാസമാണ്. വഖാല ലാ ഹാജത ലീ ഫീഹാ റുദ്ദഹാ. എനിക്ക് ആവശ്യമില്ല, നിങ്ങളിത് മടക്കി കൊണ്ടുപോയിക്കോ. ആധ്യാത്മികതയുടെ ഉന്നതങ്ങളിൽ നിന്ന് ആത്മീയതയുടെ നിറധരികളെ ആവോളം ആസ്വദിച്ചെടുത്ത ആത്മജ്ഞാനികളുടെ അന്തരാളങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നിറഞ്ഞപ്പോ ഭൗതികമായ പളപളപ്പുകളിലേക്കോ കൊട്ടാരങ്ങളിലേക്കോ അവരുടെ കൽബ് പറിച്ചു വെച്ചില്ല. നളറൂ ഫീഹാ ഫലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. എറ്റേണൽ ലൈഫ് ഇവിടെയല്ല, ഇവിടെ താൽക്കാലികമായ ജീവിതമാണ്, അനന്തമായ ജീവിതമല്ല, താൽക്കാലികമായ ജീവിതമാണ്. ഇവിടെ കിടക്കുന്ന കൊട്ടാരങ്ങളില്ലേ, വെച്ചവരെവിടെ പോയി? വലിയ വലിയ സ്മാരകങ്ങളില്ലേ, രാജാക്കൾ എവിടെ പോയി? അപ്പൊ യാഥാർത്ഥ്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയവരാരാണ്? റിയാലിറ്റിയുടെ കണ്ണുകൊണ്ട് നോക്കിയവരാരാണ്? ഇവിടെ പ്രഭാതമുണ്ട്, പ്രദോഷമാകുന്നു. യുവാവുണ്ട്, കിഴവനാകുന്നു. യുവതിയുണ്ട്, കിളവിയാകുന്നു. അപ്പൊ ഇത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി ഇതിനെ പ്രണയിക്കാതെ അനന്തമായ പാരത്രികതയെ പ്രണയിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തവനാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ. ബുദ്ധിമാന്മാരായ ദാസന്മാർ. അപ്പോൾ യഥാർത്ഥ ബുദ്ധിമാന്മാരായ ആളുകൾ അനന്തമായ ജീവിതത്തിൽ സ്വർഗം പണിതവരാണ്. താൽക്കാലിക ജീവിതം കൊണ്ട് പാരത്രിക ലോകത്തെ നഷ്ടപ്പെടുത്തിയവരല്ല. ഏതായാലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയച്ച ഹാരിസ് എന്നവര് പറയാണ്, ഈ പൈസ തൽക്കാലം അവിടെ വെച്ചോ, എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഹാരിസ് എന്നവര് പിന്നെയും പറഞ്ഞു, അതാ എടുത്തോളൂന്ന്. അപ്പോൾ അകത്തിരുന്ന് ഭാര്യ പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കോ, ഇല്ലാ ഫളഅഹാ മവാളിഅഹാ, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തോളൂ. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, എനിക്കൊരാവശ്യമില്ല, എനിക്ക് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് ആവശ്യമുള്ള പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? അപ്പോൾ ഉമൈർ തങ്ങൾ പറയുകയാണ്, ഈ പൈസ വാങ്ങിയിട്ട് വെക്കാൻ എൻ്റെ കയ്യിൽ സ്ഥലമില്ലല്ലോ, അപ്പൊ ഞാൻ ഇതെവിടെ വാങ്ങി വെക്കാനാണ്? അപ്പ ഭാര്യ പറയുകയാണ്, അവിടുത്തെയുടെ അങ്കിയുടെ ഒരു ഭാഗം കീറിയിട്ട് അവിടുത്തെയുടെ ദുപ്പട്ടയുടെ ഒരു കഷ്ണം കീറിയിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് വെച്ച ആ ചില്ലറകൾ മുഴുവനും എടുത്ത് ശുഹദാക്കളുടെ മക്കൾക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്കും നൽകി.
ثم رجع والرسول يظن أنه يعطيه منها شيئا. ഹാരിസ് വിചാരിച്ചു വല്ലതും അവിടുന്ന് നൽകുമെന്ന്. എന്നാൽ ഒന്നും ഹാരിസിനു നൽകാതെ മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുക്കൽ നിന്നൊരു സലാം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അയച്ചു കൊടുക്കണേ, എത്തിച്ചു കൊടുക്കണേ. അപ്പൊ രാജ്യത്തിന്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഗവർണറായ ഉമൈർ ഇബ്നു സഅദ് എന്ന് പറയുന്ന ഭരണാധികാരി ഉദ്യോഗസ്ഥനെ പരീക്ഷിച്ചപ്പോൾ അവിടെ ലഭിക്കുന്നത് എന്താണ്? നീതിനിഷ്ഠമായ ഭരണമാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ, പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നവർ എല്ലാവരും കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡ്യൂട്ടിയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കാരണം നിങ്ങൾക്ക് വലിയ ഒരു ഭരണാധികാരിയുണ്ട്. അതാരാണ്? അല്ലാഹു ആകുന്ന ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരി നിങ്ങളോട് ചോദിക്കുമേ. കണ്ടില്ലേ, അബ്ദുല്ലാഹി ഇബ്നു തഊസ് എന്ന് പറയുന്ന മഹാനായ ഖുർആനിന്റെയും ഹദീസിന്റെയും കർമ്മശാസ്ത്രത്തിന്റെയും ഗഹനമായ വിജ്ഞാനങ്ങളെ ലോകത്തിന് കൈകാര്യം ചെയ്ത മഹാനായ പണ്ഡിത ശ്രേഷ്ഠരാണ്. മഹാനായ പണ്ഡിത ശ്രേഷ്ഠരോ അബൂ ജഅഫറുൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്താണ് ജീവിച്ചിരിക്കുന്നത്. ആ ഭരണാധികാരി അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ താഊസ്, നിങ്ങളുടെ വാപ്പ നല്ല ആളായിരുന്നല്ലോ. വാപ്പ പറഞ്ഞു തന്ന ഉപദേശത്തിൽ നിന്ന് വല്ല ഉപദേശവും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഉടനെ അവിടുന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി റജുലുൻ അശറകഹു അല്ലാഹു ഫീ ഹുക്മിഹി ഫഅദ്ഖല അലൈഹിൽ ജൗറ ഫീ അദ്ലിഹി. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ശിക്ഷയുള്ളവർ, ലോകത്ത് ഉത്തരവാദിത്വം ലഭിച്ചിട്ട് അതിൽ അക്രമം ചെയ്ത ആളുകളാണ്. സത്യമായി ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വങ്ങളിൽ വഞ്ചന നടത്തിയ ആളുകളാണ് ഏറ്റവും വലിയ തെറ്റുകാർ. അതുപോലെ ഇന്ത്യയുടെ ഭരണം കിട്ടിയവർക്കും ബാധകമാണ്, കേരളത്തിന്റെ ഭരണം കിട്ടിയവർക്കും ബാധകമാണ്, പഞ്ചായത്തിന്റെ ഭരണം കിട്ടിയവർക്കും ബാധകമാണ്, പള്ളിയുടെ പരിപാലനം കിട്ടിയവർക്കും ബാധകമാണ്, മദ്രസയുടെ പരിപാലനം കിട്ടിയവർക്കും ബാധകമാണ്. അല്ലാഹു തആല ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നിട്ട് അതിൽ എന്തെങ്കിലും തെറ്റോ പിഴവോ കടത്തിക്കൂട്ടി എന്തെങ്കിലും വഞ്ചന നടത്തിയാൽ ഏറ്റവും വലിയ ശിക്ഷ പരലോകത്ത് ലഭിക്കും ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർക്കാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു തഊസ് എന്ന മഹാനായ പണ്ഡിതൻ, അക്രമത്തിന് അല്പമൊക്കെ കൂട്ടുനിന്ന ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഇമാമുൽ മദീന മാലിക് ബിൻ അനസ് തങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ മാലിക് ഇമാം തങ്ങൾ പറയുകയാണ്, ഫളമംതു സിയാബി മഖാഫതൻ മിൻ ദമിഹി. ഇങ്ങനെ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് എടാ ധിക്കാരം ചെയ്യാൻ പാടില്ല എന്ന് തൻ്റെ ഇടത്തോടെ പണ്ഡിതൻ പറഞ്ഞപ്പോൾ മാലിക് ഇമാം തങ്ങൾ എന്ന ഇമാമു ദാരിൽ ഹിജ്റ പറയുകയാണ്, ഞാൻ എൻ്റെ വസ്ത്രം എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടിയിട്ട് പിടിച്ചു. കാരണം രാജാവെങ്ങാനും ശിക്ഷ നടപ്പിലാക്കിയിട്ട് രക്തം എൻ്റെ വസ്ത്രത്തിലേക്ക് തെറിക്കുമോ എന്ന് പേടിച്ചു പോയി. അത്രയും അക്രമം ചെയ്യുന്ന ഭരണാധികാരിയുടെ മുമ്പിലാണ് കൂസലില്ലാതെ തഊസ് ബിൻ അബ്ദില്ലാഹ് അവിടുന്ന് ഉപദേശം നടത്തിയത്. ആനുകാലിക പാശ്ചാത്യ രാജ്യങ്ങൾ പാവപ്പെട്ട രാജ്യങ്ങളെ ഞെക്കിക്കൊല്ലുന്ന കാലമല്ലേ? ഫലസ്തീനിൽ മിഠായിക്ക് പകരം ബോംബിട്ട് കൊടുക്കുന്ന കാലമല്ലേ? ഇറാഖിലെ മക്കൾ കിടന്നുകൊണ്ട് വേദനിക്കുന്ന കാലമല്ലേ? അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ അക്രമത്തിന്റെ ശേഷിപ്പുകളായി ഓമന മക്കൾ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അത്തരം ഭരണാധികാരികളോട് ഖുർആനിന് വല്ലതും പറയാനുണ്ടോ?
അതാണ് അബൂ ജഅഫറുൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി. അവസാനം പറഞ്ഞു എന്തെങ്കിലും ഒരു ഉപദേശം തന്നിട്ട് പോകണമെന്ന്. അപ്പോൾ താഊസ് ബിൻ അബ്ദുല്ലാഹി എന്ന മഹാനായ പണ്ഡിതൻ പറയുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. കണ്ടില്ലേടോ കഴിഞ്ഞ കാലഘട്ടത്തിലെ സമുദായങ്ങൾ, സമൂഹ ഗോത്രം കണ്ടില്ലേ? പാറയും മലകളും തുരന്നിട്ട് വീടുണ്ടാക്കിയ അതുല്യമായ ആരോഗ്യമുള്ള കൊമ്പന്മാര് കഴിഞ്ഞു പോയില്ലേ? അവരെല്ലാം അല്ലാഹുവിന് ധിക്കാരം കാണിച്ചു. കിട്ടിയ അധികാരത്തിന്റെ മേലെ നിന്ന് കള്ളു കുടിച്ചു. കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെമ്മാടിത്തരങ്ങൾ കാണിച്ചു. അധികാരം കിട്ടിയപ്പോൾ പടച്ചവനെ മറന്നു കളഞ്ഞു. അല്ലദീന തഗൗ ഫിൽ ബിലാദി ഫഅക്സറൂ ഫീഹൽ ഫസാദ്. അവർ നാട് മുഴുവനും കുട്ടിച്ചോറാക്കിയിട്ട് ഫസാദുകൾ ഉണ്ടാക്കി. നാട്ടിക്കുടിയന്മാർ അധികരിക്കുന്നതിൽ വേദനിക്കുന്ന സർക്കാരുകളില്ല. പെൺകുട്ടികൾ റാപ്പ് ചെയ്യപ്പെടുന്നതിൽ വേദനിക്കാൻ അധികാരികളില്ല. ഇവിടെ തെറ്റധികരിക്കുന്നതിൽ വേദനിക്കാൻ നമ്മുടെ കാരണവന്മാരില്ല. ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം നിശബ്ദത പാലിക്കുകയാണ്. അങ്ങനെ നിശബ്ദത പാലിച്ചാൽ അല്ലാഹുവിന്റെ അദാബ് വരുമോ? വരുമെന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. കാരണം ജൂതന്മാർക്ക് ശനിയാഴ്ച പുണ്യ ദിവസമായിരുന്നു. അന്നവരുടെ ജുമുഅ ദിവസമായിരുന്നു. അന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. ആ നിയമമോ അന്നത്തെ ശരീഅത്തിലെ നിയമമാണ്. ശനിയാഴ്ച പോയിക്കൂടാന്ന്. അപ്പോ ഒരു സംഘം ആളുകൾ നോക്കുമ്പോഴോ നല്ല ചാകരയുള്ള ദിവസമാണ്. അപ്പോ ഒരു സംഘം ആളുകൾ പറഞ്ഞു വെള്ളിയാഴ്ച നല്ല കച്ചവടം നടക്കുന്ന ദിവസമാണ്, ഇന്ന് നമ്മൾ പോകാതിരുന്നാൽ നഷ്ടമായി പോകും, അതുകൊണ്ട് വെള്ളിയാഴ്ച എന്നില്ല ജുമയൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ, 4 റക്അത്ത് ളുഹർ വേണമെങ്കിൽ നിസ്കരിക്കാം, കച്ചവടം നടത്താമെന്ന നിലയ്ക്ക് ഇറങ്ങുന്നത് പോലെ അന്ന് ശനിയാഴ്ച ദിവസം ഒരു പറ്റം ആളുകൾ മത്സ്യബന്ധനത്തിനിറങ്ങി. വേറൊരു പറ്റാളുകളോ അവര് പോന്നേ പോട്ടെ നമുക്കങ്ങ് മിണ്ടാതിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവര് ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് പോയില്ലെങ്കിലും അവര് മൗനം ദീക്ഷിച്ചു. വേറൊരു പറ്റം പറഞ്ഞു അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല, അള്ളാഹുവിന്റെ നിയമത്തെയല്ലേ ലംഘിക്കുന്നത്, അതുകൊണ്ട് നിശബ്ദത പാലിക്കാൻ പറ്റൂല, ശരി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവര് പറഞ്ഞു മര്യാദയ്ക്ക് സൂക്ഷിച്ചോ എന്ന് താക്കീത് നൽകിയിട്ട് അവരങ്ങ് നടന്നുപോയി. ഖുർആൻ വ്യാഖ്യാതാക്കള് പറയട്ടെ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയത് ആർക്കൊക്കെയാണ്? 2 വിഭാഗത്തിനാണ് ശിക്ഷ ഇറങ്ങിയത്. ഒന്ന്, ആ ശനിയാഴ്ചയെ വകവെക്കാതെ മത്സ്യബന്ധനത്തിന് പോയവർ, അസ്ഹാബുസ് സബ്ത് അഥവാ ശബാത്ത് ദിവസം മത്സ്യബന്ധനത്തിന് പോയവർ, ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനത്തിന് പോയവർ, അത് കണ്ടിട്ട് മിണ്ടാതെ നിന്നയാളുകൾ. 2 വിഭാഗത്തിനും അദാബിറങ്ങി. മൂന്നാമത്തെ വിഭാഗം വിയോജിപ്പ് കാണിച്ചു മാറി നിന്നു. അവർക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടായി. അതുകൊണ്ടാണ് ആലിമീങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങളെ തിരുത്താൻ ചില ആളുകൾ വരുമ്പോ ഉത്തരവാദിത്തപ്പെട്ട ആലിമീങ്ങൾക്ക് മൗനം ദീക്ഷിക്കാൻ പറ്റില്ല. വെള്ളിയാഴ്ചയിലെ ഖുതുബ അറബിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത് അങ്ങനെയാണ്. സ്വഹാബികൾ അറബ് രാഷ്ട്രമല്ലാത്ത രാഷ്ട്രത്തിൽ പോയപ്പോൾ പ്രാദേശിക ഭാഷയിൽ പ്രചാരണം നടത്തി. ഇസ്ലാമിൻ്റെത് അറബിയിൽ തന്നെ ഖുതുബ നടത്തുകയും ചെയ്തു.
അപ്പോൾ മനസ്സിലായി ഖുതുബ ഒരു പ്രത്യേക ഇബാദത്താണ്, പ്രാദേശിക ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യേണ്ടതല്ല. അങ്ങനെ സ്വഹാബത്ത് മുഴുവനും അവിടുത്തെ അനുയായികൾ മുഴുവനും കമാൽ പാഷ തുർക്കി വരുന്നത് വരെ ലോകം മുഴുവനുമുള്ള മുഅ്മിനീങ്ങൾ അറബിയിൽ ഖുതുബോതുകയും പ്രാദേശിക ഭാഷയിൽ ഇസ്ലാമിക ദഅവത്ത് നടത്തുകയും ചെയ്തെങ്കിൽ അതിന് മാറ്റം വരുത്തുമ്പോൾ യുസ്തറുതു കൗനുഹാ അറബിയതൻ, ഇത് അറബിയായിരിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. മൗനം ദീക്ഷിക്കൽ നമുക്ക് അബദ്ധമാണ്. പ്രാദേശികമായോ അത് ചെയ്യാമെന്ന് പറഞ്ഞേറ്റെടുത്താൽ ഇസ്ലാമിക നിയമത്തിന് എതിരാണ്. അപ്പോൾ ശരിയായ നിയമം പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളോ ഭാര്യമാരോ ഒരൊറ്റ ജുമഅക്കും ജമാഅത്തിനും ഒരൊറ്റ പള്ളിയിലും പോയതായി ഒരൊറ്റ ഹദീസുമില്ല. അങ്ങനെ തന്നെയാണ് സലഫുസ് സ്വാലിഹുകൾ ഇവിടെ ജീവിച്ചത്. അങ്ങനെ തന്നെയാണ് അയിമ്മത്തുൽ മദാഹിബ് ഇവിടെ ജീവിച്ചത്. അങ്ങനെയാണ് ലോകത്തുള്ള മഹാന്മാര് മുഴുവനും കാണിച്ചു തന്നത്. അപ്പോൾ അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന നിയമം പാസാക്കിയാൽ മൗനം ദീക്ഷിക്കാൻ നമുക്ക് അധികാരമില്ല. ദീന് പറഞ്ഞു കൊടുക്കുകയും ദീനിനെതിരായതിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണമേ. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഇതാ കടന്നു വരുന്നു, ആഘോഷിക്കുന്നത് നിഷിദ്ധമാണെന്നൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. കറാഹത്താണെന്ന് പോലും ലോകത്തൊരു ഇമാമും രേഖപ്പെടുത്തിയിട്ടില്ല. അനുവദിക്കപ്പെടാത്ത കാര്യമാണെന്ന ചെറിയ വാക്കുപോലും പ്രയോഗിച്ചിട്ടില്ല. അങ്ങനത്തെ മൗലിദ് ലോക മുസ്ലിമീങ്ങൾ ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആഘോഷിക്കുമ്പോൾ അത് തെറ്റാണെന്നൊരാൾ പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞ് പ്രമാണം പറഞ്ഞു കൊടുക്കുകയും തെറ്റാണെന്ന വാദത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ അദാബ് വ്യാപകമാണ്. കാരണം എന്താണെന്നറിയുമോ? നമ്മൾ അല്ലാഹുവിന്റെ മതം പഠിച്ചിട്ടില്ല. പഠിക്കാതെ പല ആളുകളും, എനിക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മഹല്ലിലെ ഒരു കത്ത്, തെക്കൻ കേരളത്തിൽ നിന്നാണ്, മഹല്ലിന്റെ പേര് ഞാൻ പറയുന്നില്ല. എന്റെ ലക്ഷ്യം ആരെയും കുറ്റപ്പെടുത്തലോ ആക്ഷേപിക്കലോ അല്ല, അള്ളാഹുവിന്റെ ദീൻ പറയലാണ്. അപ്പോൾ ദമാമിൽ ചെന്നപ്പോൾ ഒരു സഹോദരൻ എൻ്റെ കയ്യിൽ ഒരു കത്ത് തന്നു. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കത്തിടപാടുകളുടെ കോപ്പിയാണ്. നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു മഹല്ലിലേക്ക് എഴുതിയ കത്താണ്. തൻ്റെ ഭാര്യയെ 3 തലാക്കും വ്യക്തമായി ചൊല്ലിയെന്ന സാക്ഷികളെ അടക്കം എഴുതിയപ്പോൾ പള്ളിയിലെ ഉസ്താദിനെ ആ കത്ത് കാണിച്ചിരിക്കാനിടയില്ല. മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരിരുന്നിട്ട് തിരിച്ചെഴുതി, വിവാഹം നിനക്ക് തമാശ കളിക്കാനുള്ളതല്ല, നിന്റെ ത്വലാഖ് പോയിട്ടില്ല, അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് എഴുതിയ കത്ത് ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്കറിയാതെ പോകുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു പള്ളിയിൽ ഒരാളുടെ ഭാര്യയായി കഴിയുന്ന പെണ്ണിനെ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഖതീബിനോട് പറഞ്ഞു. ഖതീബ് പറഞ്ഞു എനിക്കത് പറ്റൂല എന്ന്. അപ്പൊ പ്രസിഡന്റ് സെക്രട്ടറിയും പറഞ്ഞു ഞങ്ങൾ ചെയ്തു കൊടുത്തോളാമെന്ന്. അങ്ങനെ വേറൊരാളുടെ ഭാര്യയായ പെണ്ണിനെ മറ്റൊരാൾക്ക് ഭാര്യയാക്കി നിക്കാഹ് ചെയ്തു കൊടുത്തു. ഏതെങ്കിലും മഹല്ലുകളെ കുറ്റം പറയാനല്ല, അള്ളാഹുവിന്റെ ദീനും അതിന്റെ ഗൗരവവും നമ്മുടെ കൽബിലില്ലാതെ പോയപ്പോൾ ദീനുകൊണ്ട് കളിക്കാൻ തുടങ്ങി. മിനിഞ്ഞാൻ എന്നെ ഒരു സഹോദരി വിളിച്ചിരുന്നു. നിക്കാഹിന്റെ മസ്അല ചോദിക്കാനാണ് വിളിച്ചത്. നമുക്കറിയില്ലെങ്കിൽ ഹൈദ്രൂസ് ഉസ്താദിനെ പോലെ വലിയ ആലിമീങ്ങൾ ഉസ്താദുമാരുണ്ട്. അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾ മുത്തഅല്ലിമീങ്ങൾ അറിയാത്തത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളാണ് മസ്അലകൾ. അത് ഇമാമീങ്ങൾ അടയാളപ്പെടുത്തി വെച്ചു എന്നേ ഉള്ളൂ. അവിടുന്ന് തലാഖിന്റെ വ്യക്തമായ വാചകങ്ങൾ മുഴുവനും പറഞ്ഞു.
എന്നിട്ടോ മറ്റുള്ളവർ കേൾക്കേ തന്നെ സാക്ഷിയായി തന്നെ ഉണ്ടായിരിക്കെ പോലും അവിടുന്ന് വ്യക്തമായി നിനക്ക് തലാക്ക് മുഴുവനും ചൊല്ലി എന്ന് വ്യക്തമായും പറഞ്ഞൊഴിവാക്കിയിട്ട് പിന്നെ ആരോ പറഞ്ഞേലോ അതൊന്നും കുഴപ്പമില്ല തൽക്കാലമെന്ന് അങ്ങനെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കാതെ വ്യഭിചാരത്തിന് ഫത്വ കൊടുക്കുന്ന കാലമാണ്. ദീനിന്റെ മസലകൾക്ക് പകരം കോടതി നിയമങ്ങളെ സമീപിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വരൂ യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഓ ഈമാനുള്ളവരെ, അദീമൂ അലൽ ഈമാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നാട്ടിൽ ദീനിന് എതിരായി ഒരു സംഗതി ഉണ്ടായാൽ ഈമാനുള്ളവർ അതിനെ അനുകൂലിച്ചുകൂടാ. ചിലപ്പോ നമുക്ക് എതിർത്ത് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് വിട്ടു നിൽക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകണം. അല്ലെങ്കിൽ ഖുർആൻ പറയുകയാണ്, അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറൂ ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുടെ മേൽ അല്ലാഹു തആല വലിയ അദാബ് ഇറക്കിപ്പോയി.